മിഡാസ്ബെautymart എന്ന് പറയുന്ന സ്ഥാപനത്തിന് കേരളത്തിൻ്റെ ഒരിടത്തും ബ്രാഞ്ചുകളില്ല. ഇപ്പോൾ ഇങ്ങനൊരു ഹൈഡ്രോളിക് നമ്മളിവിടെ സാധാരണ ചെയ്യുന്നില്ല. അത് ഈ ഒരു ഹൈഡ്രോളിക് ഉണ്ട്, വളരെ കനം കുറഞ്ഞിട്ട് ആ സൗണ്ട് തന്നെ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഈ പ്ലേറ്റ് തരുന്ന അതുപോലെ റെക്സിനിലൊക്കെ നിങ്ങൾക്ക് കോംപ്രമൈസ്, അതിൻ്റെ ഉള്ളിലെ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു 11,500-12 രൂപയ്ക്കും മാർക്കറ്റിൽ ചെയ്യാൻ കഴിയും. നിങ്ങൾ പലരോടും ഞാൻ പറയാറുണ്ട്, ചെയറിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് കാണുക. ഫോട്ടോയിലൂടെ ഒരിക്കലും അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. രണ്ട് കാലും കയറ്റിയിട്ട് ഈ ഒരു ട്രോളിയുടെ മുകളിൽ ഇങ്ങനെ ഇരുന്നാലും ഇതിനൊന്നും പറ്റില്ല. ഹായ്, എല്ലാവർക്കും മിഡാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ് ഫർണിച്ചറിൻ്റെ റേറ്റ്, അല്ലെങ്കിൽ ഒരു സലൂൺ തുടങ്ങാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം, പിന്നെ ഓരോരോ സാധനങ്ങളുടെ വില എത്ര, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ എനിക്ക് തോന്നുന്ന വീഡിയോ മുന്നേ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം, ഇതൊരു വൈറ്റ് മിററും ചെയറുമായിരുന്നു. നമ്മൾ പതിനേരം അത് വിറ്റ് പോയപ്പോൾ പുതിയൊരു മോഡൽ കൊണ്ടുപോയിട്ടാണ് റെഡ് കളർ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഏത് കളറിൽ വേണമെങ്കിലും കിട്ടും. അപ്പോൾ അതിലേക്കൊക്കെ വരുന്നതിന് മുന്നേ പലരും വിളിച്ചു ചോദിക്കുന്നത് നമ്മുടെ ഇതൊരു ബ്യൂട്ടി സ്കൂളാണോ അതല്ലെങ്കിൽ സലൂണാണെന്നൊക്കെ ചോദിക്കുന്നത്. ഇതൊന്നുമല്ല, സലൂണേക്കിൽ ആവശ്യമുള്ള ഇത്തരത്തിലുള്ള ഫർണിച്ചറുകൾ, അതുപോലെ തന്നെ കോസ്മെറ്റിക്സ്, സ്കിൻ കെയർ ഐറ്റംസ് എല്ലാം വിൽക്കുന്ന ഒരു ഹോൾസെയിൽ ഷോപ്പാണ് നമ്മുടെ. പിന്നെ പലരും എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ കോൾ വരുന്നത്, നിങ്ങളുടെ ഷോപ്പ് തൃശ്ശൂരുണ്ടോ, നിങ്ങളുടെ ഷോപ്പ് അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മിഡാസ്ബെautymart എന്ന് പറയുന്ന സ്ഥാപനത്തിന് കേരളത്തിൻ്റെ ഒരിടത്തും ബ്രാഞ്ചുകളില്ല, വേറെ സ്ഥാപനങ്ങളില്ല, കേരളത്തിനകത്തായാലും പുറത്തായാലും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്യുക. നമ്മൾ വിളിച്ചിട്ട് നിങ്ങൾ അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കേണ്ട കാര്യമില്ല. എറണാകുളത്ത് നിലവിൽ നമ്മുടെ കേരളത്ത് എറണാകുളത്ത് കൊച്ചിയിൽ മാത്രമാണുള്ളത്. ഓക്കെ, നമ്മളപ്പോൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നത് ഒരു ചെയറിനെ കുറിച്ച് വില ചോദിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ. നിങ്ങൾ പലരോടും ഞാൻ പറയാറുണ്ട്, ചെയറിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് കാണുക. അതിന് പ്രത്യേകതകൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒരു ഫോട്ടോയിലൂടെ ഒരിക്കലും അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. അത് ചിലപ്പോൾ അത് നടക്കില്ല എന്ന് പറയുമ്പോൾ പലരും എന്നോട് ദേഷ്യപ്പെടാറുണ്ട്, അല്ലെങ്കിൽ മുഷിപ്പുണ്ടാവാറുണ്ട്. അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം ഓരോ സാധനത്തിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ ഈ മേഖലയിൽ ബന്ധപ്പെട്ടുള്ളവരാണെങ്കിൽ, ഒരു സലൂൺ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മളുടെ ഈ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം ഈ മേഖലയിലുള്ളവർക്കാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. പുതിയൊരു ഉയർന്നു വരുന്ന ഒരു സെഗ്മെൻറ്റാണ് നമ്മുടെ ഈ ഒരു ബ്യൂട്ടി സെഗ്മെൻറ്റ്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മളൊരു നല്ലൊരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഇൻറ്റീരിയർ പ്ലസ് അതിൻ്റെ ഉള്ളിലിട്ടിരിക്കുന്ന ഫർണിച്ചർ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മളൊരു സലൂണിനെ ഏറ്റവും ആദ്യം ആളുകൾ കാണുമ്പോൾ വിലയിരുത്തുന്ന ഏറ്റവും പ്രധാന ഘടകമാണ്. ഒന്ന്, സലൂണിലേക്ക് നോക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോഴുള്ള ബോർഡ്, ആംബിയൻസ്, ദെൻ തുറന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാലുള്ള ആ ഒരു ഫീല്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സമീപകാലത്ത് നമ്മുടെ ഇവിടെ സലൂണുകൾ പുതിയതായിട്ട് തുടങ്ങുന്നവരും റിനോവേറ്റ് ചെയ്യുന്നവരും അവരുടെ സലൂണിൻ്റെ ഇൻറ്റീരിയറിന് സമാനമായ ഒരു ഫർണിച്ചർ സെഗ്മെൻറ്റ്, അത് രൂപത്തിലാവാം, ഭംഗി, ആ ഒരു അവരുദ്ദേശിക്കുന്ന ആ ഒരു സ്റ്റൈലിനാവാം, ഉദ്ദേശിക്കുന്ന കളറിനാവാം, അങ്ങനെ ഒരു എൻക്വയറി സമീപകാലത്ത് ഈ ഒരു മേഖലയിലേക്ക് കടന്നിട്ടുണ്ട്. അതിനെല്ലാം പരിഹരിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ കളർ, നിങ്ങൾ പറയുന്ന കളറിൽ, നിങ്ങൾ പറയുന്ന രീതിയിൽ ഒരു 99% പ്രൊഡക്റ്റുകൾ നമുക്കിപ്പോൾ തരാൻ കഴിയുമെന്നുള്ളതാണ് മിഡാസ്ബെautymart ഏറ്റവും വലിയ പ്രത്യേകത. അത് ഞാൻ വേറൊരു സെഗ്മെൻറ്റ് കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ തുടങ്ങിയ സലൂണുകളൊക്കെ ഒന്ന് സന്ദർശിക്കാനും ആ സലൂണിൻ്റെ ഒരു ആംബിയൻസും അവരുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നൊരു വീഡിയോ അധികം വൈകാതെ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. അത്തരത്തിലുള്ളൊരു വീഡിയോ കൂടി നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റുകൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇപ്പോൾ നമ്മളുടെ ഗോഡൗൺ വേറെ തന്നെ ഉണ്ട്, പക്ഷേ നമ്മളിവിടെ വരുന്ന ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രം ഒരു പുതിയൊരു ഒരു ചെറിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ സലൂണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫേഷ്യലിനാണെങ്കിലും അല്ലെങ്കിൽ വാക്സിങ്, ചൂടുള്ള സാധനങ്ങളൊക്കെ വെക്കാനാണെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മെറ്റലിൻ്റെ ട്രോളിയാണ്. പലരും മെറ്റലിൻ്റെ ട്രോളി, ഇപ്പോൾ സമീപത്ത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ട്രോളീനെ കുറിച്ചിട്ട് ഒരാൾ പറഞ്ഞു, അയ്യോ ഞാൻ ഇന്നാളെടുത്ത ട്രോളിക്ക് ഇത്ര വില ഉണ്ടായിരുന്നില്ലോ. അപ്പോൾ ഞാൻ ആളോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. അതിന് കാരണം അത് വളരെ കനം കുറഞ്ഞതും
തിന്നായിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. അതിന് ഉദാഹരണം ഇപ്പോൾ ഞാൻ ഏകദേശം ഉണ്ട് ഒരു 89 കിലോളം ഉണ്ട്. ഞാൻ ഈ ഒരു ട്രോളിയുടെ മുകളിൽ ഇപ്പോൾ നിങ്ങൾ സലൂണിലേക്ക് ആവശ്യമുള്ള ഒരു ട്രോളി ഇത് നോക്കിക്കോളൂ. ഞാൻ 2 കാലും കയറ്റിയിട്ട് ഈ ഒരു ട്രോളിയുടെ മുകളിൽ ഇങ്ങനെ ഇരുന്നാലും ഇതിനൊന്നും പറ്റില്ല. അപ്പോൾ അതാണ് അത്രത്തോളം ഡ്യൂറബിൾ ആയിട്ടുള്ള എടുത്ത് പൊക്കിയാൽ തന്നെ ആ വെയിറ്റ് ഉണ്ട്. അപ്പോൾ സാധനം നമ്മൾ ഒരു ഫോട്ടോയിലൂടെ കാണുന്നതല്ല, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിയാനാണ് ഞാൻ നിങ്ങളോട് ഇവിടെ വരാൻ പറഞ്ഞത്. അതിൽ തന്നെ നിങ്ങൾക്കിപ്പോൾ ഇത് ബ്ലാക്ക് ആണെങ്കിൽ, ഇനിയിപ്പോൾ വൈറ്റ് വേണമെങ്കിൽ കുറച്ച് ഈ സൈഡ് അലങ്കോലയൊക്കെ എടുക്കണം, അതുകൊണ്ടാണ് കേട്ടോ. വൈറ്റ് വേണമെങ്കിൽ അങ്ങനെയുണ്ട്, ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ പല ഡിസൈൻസിലുള്ള ട്രോളി, അതുപോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഫേഷ്യൽ സ്റ്റൂളായിട്ടോ അതല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന ആളുകൾ ചിലരുണ്ട് ഇരുന്ന് കട്ട് ചെയ്യണം, അങ്ങനെയുള്ളവർക്കുള്ള സ്റ്റൂളുകൾ. അതൊക്കെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കളറിൽ വേണമെങ്കിലും ഇത് നിങ്ങൾ നോക്കും, ഏത് കളറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതുപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ളൊരു സൗകര്യം ഇപ്പോൾ നിലവിലുണ്ട്. പിന്നെ ചെയറിൻ്റെ ഒരു സെഗ്മെൻറ്റ് ഇങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ അതേപോലെ തന്നെ ഉള്ള ചെയേഴ്സാണ്. ഞാനിതിൻ്റെ റേറ്റോ കാര്യങ്ങളേക്കൊന്നും നടക്കണില്ല. ഇതൊക്കെ കുറച്ച് ഹെവി കൂടിയ റേഞ്ചിലുള്ള ചെയേഴ്സാണ്. അതുപോലെ തന്നെ ഷാംപൂ സ്റ്റേഷൻ്റെ തന്നെ വലിയൊരു സെഗ്മെൻറ്റ്, അത് ഇങ്ങറ്റത്തും തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ കാണിച്ച റെഡ് കളറിലുള്ള മിററിനൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരേപോലെ തന്നെയുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഒരു കളർ കോമ്പിനേഷനിൽ ചെയ്യാൻ പറ്റുന്ന ഷാംപൂ വാഷ് എല്ലാ വിധത്തിലുള്ള സാധനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് നിങ്ങൾ പറയുന്ന രീതിയിൽ നമുക്ക് കളറിലേക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ പലരും വിളിച്ച് ചോദിക്കുമ്പോൾ എന്നോട് പലരും പറയാറുണ്ട്, നമ്മുടെ ഒരു ചെയറിൻ്റെ വില പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഭൂരിഭാഗം ആളുകളും നെറ്റിലൂടെ ഒരു ഫോട്ടോ എടുത്തിട്ടിടുക, ചെയറിൻ്റെ വില പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അയ്യോ ഈ ചെയറിന് അപ്പുറത്ത് ചോദിച്ചപ്പോൾ ഇത്രയും വിലയില്ലല്ലോ, ഇപ്പുറത്ത് ചോദിച്ചാൽ ഇത്രയും വിലയില്ലല്ലോ, ഡൽഹിയിൽ ചോദിച്ചപ്പോൾ അങ്ങനെയാണല്ലോ പറഞ്ഞത് എന്ന് പറയുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അതിലേക്കായിട്ട് ഞാൻ 1-2-3 കാര്യങ്ങൾ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. ഒന്ന്, ഈ ചെയ്യുന്ന സലൂണിലേക്ക് വരുന്ന ഈ ചെയേഴ്സിൻ്റെ ഹാൻഡിൽസ് അത് ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീലാവാം, അതല്ലെങ്കിൽ വെറും ക്രോമിയത്തിൻ്റെ മേളിൽ സ്റ്റീലിൻ്റെ ഇത് പൂശിയിട്ട് വരുന്നതാവാം. അപ്പോൾ അത് രണ്ടും നമുക്ക് റേറ്റിൻ്റെ കാര്യത്തിൽ വളരെ ഒരു വ്യത്യാസം ഉണ്ടാക്കി തരുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ഇത് നിങ്ങൾ നോക്കൂ, ഈ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും എനിക്കറിയാം പലരും ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്, ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ഇരുന്നിരുന്ന് പോകും. നമ്മുടെ വരുന്ന ചെയേഴ്സിനല്ല ഇങ്ങനെ ലോക്കിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ ഒരിക്കലും അത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഒരു ഇഷ്യൂ ഫേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ കുറേ സ്റ്റീമേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ഓരോരുത്തർക്കും പല കളറിൽ അവർ പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണെന്ന് തോന്നുന്നു ഗ്രീൻ കളർ, അങ്ങനെയുള്ള കുറേ ചെയേഴ്സ്. ഇതൊക്കെ എല്ലാം ഓരോരോ മോഡലാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ എത്ര ഇത് വേണമെങ്കിലും കിട്ടും. അതുപോലെ പെഡിക്യൂറിൻ്റെ തന്നെ പല സെഗ്മെൻറ്റിലുള്ള ചെയേഴ്സ്, പല റേഞ്ചിലുള്ള ചെയേഴ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ അടുത്ത എനിക്കറിയാം വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ ചോദിക്കാൻ വേണ്ടി ഇതിൻ്റെയൊക്കെ വില കൂടി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എറണാകുളത്തുള്ള മിഡാസ്കൊച്ചിയുടെ ഷോറൂമിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് വിലയും കാര്യങ്ങളും അറിയാൻ പറ്റും ഈ കാണുന്ന സാധനങ്ങളുടെ എല്ലാം. അതുപോലെ തന്നെ വുഡൻ ബെഡ് വേണമെങ്കിൽ അങ്ങനെയുണ്ട്. പിന്നെ ഇതിപ്പോൾ നാളെ ഡെലിവറിക്കുള്ളത്, ഇപ്പോൾ ഇവിടെ വന്നാണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. പെഡിക്യൂറിൻ്റെ ടബ്ബ് ബ്ലാക്ക് കളറിൽ, അത് ഏത് കളറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഇനി എല്ലാവരും ഞാൻ പറയുമ്പോൾ ഹൈഡ്രോളിക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കിക്കോളൂ, ഈ സ്റ്റീൽ പ്ലേറ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഈ കാണുന്ന സ്റ്റീൽ പ്ലേറ്റും ഹൈഡ്രോളിക്കും വരുന്ന ഒരു ചെയറാണെങ്കിൽ സ്വാഭാവികമായും വില കൂടും. കാരണം ഈ പറയുന്ന ഹൈഡ്രോളിക്കിന് ഏതാണ്ട് 20 കിലോയോളം വെയിറ്റ് വരുമ്പോൾ വേറൊരു ഹൈഡ്രോളിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ. പക്ഷേ നിങ്ങൾക്ക് ഒരു പിക്ചറിലൂടെ കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം ഒന്നായിട്ട് തോന്നും. ഇപ്പോൾ ഇങ്ങനെ ഒരു ഹൈഡ്രോളിക്ക് നമ്മളിവിടെ സാധാരണ ചെയ്യുന്നില്ല. അത് ഈ ഒരു ഹൈഡ്രോളിക് ഉണ്ട്, വളരെ കനം കുറഞ്ഞിട്ട്, ആ സൗണ്ട് വരെ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വളരെ കനം കുറവാണ്. അതായത് ഞാൻ ആ പറഞ്ഞ ഹൈഡ്രോളിക്ക് 20 കിലോ വരുമെങ്കിൽ ഇത് ഈ പ്ലേറ്റ് ഉൾപ്പെടെ അതിൻ്റെ ഹൈഡ്രോളിക്ക് ഉൾപ്പെടെ വരുന്ന വെറും 11 കിലോയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു പ്ലേറ്റ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്ലേറ്റ് തരുന്ന, അതുപോലെ റെക്സിനിലൊക്കെ നിങ്ങൾക്ക് കോംപ്രമൈസ്, അതിൻ്റെ ഉള്ളിലെ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു 11,500-12 രൂപയ്ക്കും മാർക്കറ്റിൽ ചെയ്യാൻ കഴിയും ഇത്തരത്തിലുള്ള പ്ലേറ്റ്. ഞാൻ അതിൻ്റെ മെയിൻ കണ്ടൻറ്റ് പറയുന്നത്, ഈ ഹൈഡ്രോളിക്കിൽ നിങ്ങളൊരു വില വിളിച്ച് ചോദിക്കുമ്പോൾ ഈ ഹൈഡ്രോളിക്കിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പലരും എന്നെ അത് പറയാറുള്ള കാര്യമാണ്, അയ്യോ റേറ്റ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവരിവിടെ വന്നു കഴിഞ്ഞാൽ അവരെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് കൺവിൻസിങ് ആവുക. അപ്പോൾ അതുകൊണ്ട് സലൂൺ ഫർണിച്ചർ ഞാൻ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങളെല്ലാം വന്ന് നോക്കി കണ്ട് എടുക്കുന്നതായിരിക്കും നന്നാവുക. അത് ചെയറിന് ഇപ്പോൾ
ഇതുപോലെ തന്നെ നമ്മളുടെ ഒരു ബ്രാൻഡ് ചെയേഴ്സാണ് ആപ്റ്ററസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഈ പറയുന്ന നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യാനുസരണം നമ്മൾ അവർ പറയുന്ന ഡിസൈനിൽ അത് കസ്റ്റമൈസ് ചെയ്ത് പറയുന്ന കളറിൽ ചെയ്തു കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഫർണിച്ചറുമായി ബന്ധപ്പെട്ടിട്ട് കാണാം. ഇനിയും നമ്മൾ ഇതുപോലെ വരും. ഇപ്പോൾ വളരെ പെട്ടെന്ന് ഞാൻ ചെയ്യാൻ കാരണം നിങ്ങളെല്ലാവരും ഇതൊരു പർച്ചേസിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇവിടേക്ക് വരിക. ഇവിടേക്ക് വന്നാൽ മാത്രമാണ് എന്താണ് ഇതിൻ്റെ ക്വാളിറ്റി. ഇപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ ഫർണിച്ചർ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും കളേഴ്സ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്കത് വന്ന് സെലക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ തരത്തിലുള്ള ഇഷ്ടമാതിരി സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. മോളിക്കടെ ട്രോളീസ് മുതൽ ഒരു സലൂണിലേക്ക് വേണ്ട ടു സെഡ് സാധനങ്ങൾ നമ്മളിവിടെ ഉണ്ട്. മേക്കപ്പ് ട്രോളി ഇപ്പോൾ പുതിയൊരു ആളുകൾ കാണാറുണ്ട്. പുതിയൊരു മേക്കപ്പ് ട്രോളിയുടെ വലിയൊരു ശേഖരം തന്നെ നമ്മൾ പുതിയതായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെയിനായിട്ട് നമ്മൾ ഈ ഒരു പലരും എന്നെ ഫോണിലൂടെ വിളിച്ചിട്ട് ചെയറിൻ്റെ വില ചോദിക്കുന്ന ആളുകൾക്ക് ഞാൻ എൻ്റെ ഒരു കൺസേൺ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ആക്ച്വലി ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ അത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ദയവ് ചെയ്ത് വിലയും കാര്യങ്ങളും നിങ്ങൾ ഇവിടെ വന്ന് കാണാം. എനിക്കറിയാം ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വിലയൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നതെന്ന്. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ വരിക, വന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക എന്താണ് വ്യത്യാസം, എങ്ങനെയുള്ള ചെയേഴ്സാണ്. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇവിടെ വന്ന് കണ്ട 99% ആളുകളും ആ ഒരു കാര്യത്തിൽ, ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇതുവരെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്ത് നിന്ന് എടുത്തിട്ടുള്ള കസ്റ്റമേഴ്സ്, ഈ പറയുന്ന എക്യുപ്മെൻറ്റുകൾ എടുത്തിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഒരു അഭിപ്രായം കൂടി ഞങ്ങൾ വളരെ ഓപ്പണായിട്ട് നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റിൻ്റെ താഴെ പ്രതീക്ഷിക്കുന്നു, കാണുന്ന നമ്മുടെ കസ്റ്റമേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ബെഡ്, അതേപോലെ തന്നെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. എല്ലാം ഇവിടെ കാണിക്കാനിപ്പോൾ അതിനുള്ള സമയമല്ല. ഞാൻ ജസ്റ്റ് ഈ ചെയറിൻ്റെ കാര്യങ്ങൾ പലപ്പോഴും ആളുകൾ വിളിച്ചു ചോദിക്കുന്നു, റേറ്റ് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. വേറെ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം വൈൻഡപ്പ് ആയി. ഇന്നിപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ രാവിലെ മുതൽ, ഒരു ഓഫർ കാര്യങ്ങൾ നടക്കായിരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം നമ്മുടെ ക്യാമറാമാൻ നൗഫലിനൊപ്പം വിട പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, നിങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാനും അറിയാനും ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ വീഡിയോസ് മുഴുവൻ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് മിഡാസ്ബെautymart കൊച്ചി എന്ന് പറയുന്ന ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഒരു പേര് തന്നെയാണ്. നിങ്ങൾ ഫോളോ ചെയ്യുക. നമ്മുടെ ദൈനംദിന കാര്യങ്ങളും ഓഫേഴ്സും, പലരും ഒന്ന് വിളിച്ചിട്ട് പരാതി പോലെ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഓഫേഴ്സൊന്നും അറിഞ്ഞില്ല, എന്താണ് ഞങ്ങളെ അറിയിക്കാഞ്ഞത് എന്ന്. ഏതാണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം അതിൻ്റെ പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ നമ്മളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് എല്ലാത്തിലും അതിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ള, നിങ്ങൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്തിനൊക്കെയായിരുന്നു ഓഫർ കാര്യങ്ങളെന്നൊക്കെ. അതെല്ലാം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ബൈ പറയുന്നു നൗഫലിനൊപ്പം.